ആ ഒരു കുടുംബം, അവിടുത്തെ സാമ്പത്തിക സ്ഥിതിയായിരിക്കും ഇല്ലാതാകും. എന്നാൽ അമ്മ മരിച്ചാലോ ആ കുടുംബം തന്നെ ഇല്ലാതാകും. അമ്മ മരിച്ച ഒരു വീട്ടിൽ പ്രത്യേകിച്ച് ഒരു ചെറിയ കുട്ടികളുണ്ടെങ്കിലോ അവിടെ പെൺകുട്ടികളാണെങ്കിലോ ജീവിതത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലും തളർന്നു പോകും. അമ്മയുടെ സാന്നിധ്യം അത്യാവശ്യമുള്ള പല സന്ദർഭങ്ങളും സാഹചര്യങ്ങളും ഉണ്ടാകാം. ആ അമ്മയുടെ സാന്നിധ്യം മറ്റൊരാളെ കൊണ്ട് നികത്താനാകുമോ? മാത്രമല്ല ആ കുടുംബത്തിലെ എല്ലാ ആളുകളെയും ചേർത്ത് പിടിച്ചു കൊണ്ടുപോകുന്നതും അമ്മ തന്നെയായിരിക്കും. ആ അമ്മ ഇല്ലാതായാൽ ആ കുടുംബത്തിന്റെ ചേർത്ത് പിടിക്കൽ തന്നെയല്ലേ ഇല്ലാതാവുക. അതുകൊണ്ട് തന്നെ അമ്മയുടെ റോള് ചെയ്യാൻ അത് വേറൊരാൾക്കും കഴിയില്ല. ആ റോള് നികത്താനായിട്ട് സാധിക്കില്ല. ആ റോള് എന്താണെന്ന് അറിയണമെങ്കിൽ ചില നഷ്ടങ്ങൾ വരുമ്പോൾ മാത്രമേ തിരിച്ചറിയുള്ളൂ. അമ്മ ഇല്ലാത്തതിന്റെ നഷ്ടം, ആ നഷ്ടപ്പെട്ടതിന്റെ ആ ഒരു തീരാവേദന, അതുകൊണ്ട് തന്നെ അതിന്റെ വലിപ്പം തീർച്ചയായിട്ടും വളരെ വലുത് തന്നെയായിരിക്കും അല്ലേ. പക്ഷെ അത് ഇന്നത്തെ തലമുറയിലുള്ള കുട്ടികൾ എത്രത്തോളം തിരിച്ചറിയുന്നു എന്നുള്ളതാണ്. അമ്മയുടെ സഹായം തേടി വളർന്നു വലുതായി അവര് തന്നോടൊപ്പം എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഇന്നലെ വരെ സഞ്ചരിച്ച വഴികളെല്ലാം മറക്കും. ഒരു നിമിഷം കൊണ്ട് അവരെ ആകാശത്ത് നിന്ന് പൊട്ടിമുളച്ചതാണോ എന്ന് തോന്നും അവർ ചെയ്യുന്ന ഓരോ പ്രവർത്തികളും കാണുമ്പോഴേക്കും. അപ്പോൾ ഒരിക്കലും അമ്മമാരെ വേദനിപ്പിച്ചുകൊണ്ട് സ്വന്തം തീരുമാനമെടുത്ത് ഒരു വഴിയിലേക്കും പെൺകുട്ടികൾ പോകരുത്. അങ്ങനെ സ്വന്തം ഇഷ്ടപ്രകാരം അമ്മമാരെ വിഷമിപ്പിച്ച് വേദനിപ്പിച്ചുകൊണ്ട് പോകും. കാരണം പെറ്റ വയറിന്റെ വേദന, ആ വേദന സഹിച്ച് ഒരു കുഞ്ഞിനെ പ്രസവിച്ച് അതിന് രൂപം നൽകി അതിനെ വളർത്തു വഴിയിൽ അതിനെ എല്ലാ തരത്തിലും കരുതലും സ്നേഹവും ലാളനയും ഒക്കെ ചേർത്ത് പിടിച്ചുകൊണ്ട് കൂടെ നിന്ന് വളർത്തി വലുതാക്കി കൊണ്ടുവരുമ്പോൾ വളർന്ന് തന്നോടൊപ്പം എത്തിക്കഴിയുമ്പോൾ താൻ ആളായി ഇനി തൻ്റെ കാര്യം നോക്കാൻ തനിക്കറിയാം എന്ന രീതിയിൽ പുറകോട്ട് പുറംതിരിഞ്ഞു പോകുന്ന മക്കളുടെ കാലമാണെന്ന്. അപ്പോൾ അങ്ങനെയുള്ള മക്കള് സ്വയം ഓരോരോ വഴികളിലെ പ്രതിസന്ധി ഘട്ടങ്ങളില് എത്താതിരിക്കണമെങ്കിൽ ആ ചേർത്ത് പിടിക്കല്, അമ്മയുടെ ചേർത്ത് പിടിക്കല് എല്ലാ വഴികളിലും ഉണ്ടാവേണ്ടതുണ്ട്. മറിച്ച് ഇനി എനിക്ക് അമ്മയുടെ സപ്പോർട്ടൊന്നും ആവശ്യമില്ല, എനിക്കറിയാം എൻ്റെ വഴി തിരഞ്ഞെടുത്ത് മുന്നോട്ട് പോകാൻ എന്ന് ചിന്തിക്കുന്ന ഇന്നത്തെ പുതുതലമുറയുടെ മക്കള് തീർച്ചയായിട്ടും അമ്മയുടെ ആവശ്യമുള്ള പ്രതിസന്ധി ഘട്ടങ്ങള് നിങ്ങളുടെ ജീവിത വഴിയില് പല സന്ദർഭങ്ങളിലും ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരിക്കലും അമ്മമാരെ വിഷമിപ്പിച്ചുകൊണ്ട് അവരുടെ മനസ്സറിയാതെ, നിങ്ങളുടെ സന്തോഷം എന്ന് പറയുന്നത് അവരുടെയും കൂടി സന്തോഷമാണ്. പക്ഷേ പെൺകുട്ടികൾ എപ്പോഴും ചിലപ്പോൾ അവർ വളർന്നു വലുതായി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് സ്വയം സന്തോഷിച്ചാൽ മതി, ആ സന്തോഷത്തിലൊന്നും അമ്മയൊന്നും വേണ്ട, അമ്മയുടെ സ്വന്തം വേണ്ട, സാന്നിധ്യവും വേണ്ട, ഇനി ഞങ്ങൾ കുറച്ചു നാൾ തനിച്ച് സന്തോഷിക്കട്ടെ എന്ന രീതിയിൽ ഓടിപ്പോകുന്ന മക്കളുള്ള കാലമാണ്. അപ്പോൾ അങ്ങനെ അമ്മമാരെ വിഷമിപ്പിച്ചുകൊണ്ട് അവരുടെ മനസ്സറിയാതെ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളെ ചേർത്ത് പിടിച്ചു, നിങ്ങൾ ആളാകാൻ വേണ്ടി നിങ്ങൾക്ക് കൂടെ നിന്നിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ആളായി കഴിഞ്ഞ് നിങ്ങളൊരു നല്ല വഴിയിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഓരോ സന്തോഷത്തിലും അവരും കൂടി ഭാഗമാകണം. അപ്പോൾ അവരെ കൂടി ഭാഗമാക്കണം എന്നുണ്ടെങ്കിൽ അവരുടെ കൂടി മനസ്സറിഞ്ഞുകൊണ്ടുള്ള ബന്ധങ്ങളിൽ മാത്രമേ മക്കൾ ചെന്ന് ചാടാവൂ. അതല്ലാതെ എൻ്റെതാണ്, എൻ്റെ ജീവിതം എൻ്റേത് മാത്രമാണ് എന്ന് കരുതി പോകുന്ന പെൺകുട്ടികൾ പോയി കഴിഞ്ഞ് കുറെ നാള് സഞ്ചരിച്ച് കഴിയുമ്പോഴായിരിക്കും അമ്മ പറഞ്ഞ വാക്കിന്റെ വിലയും അർത്ഥവും എല്ലാം തിരിച്ചറിയുവാനായിട്ട് ജീവിതം അവരവരുടെ അനുഭവ പാഠങ്ങളുടെ വഴിയിലൂടെ അവരെ നടത്തിക്കൊണ്ടു പോവുക. അതുകൊണ്ട് ഒരു കുടുംബമാകുമ്പോൾ തൻ്റെ കുടുംബം താൻ ഒറ്റയ്ക്ക് രൂപപ്പെടുത്തുമ്പോൾ അവിടെയും ഉണ്ടാവണം ആ കുടുംബത്തിന്റെ ഭാഗമാകാൻ അമ്മയും അച്ഛനും മറ്റുള്ള എല്ലാവരും ഒരുപോലെ. കുടുംബത്തിലെ തൻ്റെ കുടുംബം താൻ രൂപപ്പെടുത്തുമ്പോൾ തനിക്കിനി ആരുടെ സപ്പോർട്ട് ആവശ്യമില്ല, അമ്മയുടെ സപ്പോർട്ടും വേണ്ട. ഇന്നലകളെ വഴികളിലെ ആളാകാൻ വേണ്ടി മാത്രമുള്ള സപ്പോർട്ട് മാത്രമേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. ഇനിയുള്ള ജീവിത വഴിയിൽ എനിക്ക് ആ സപ്പോർട്ടിന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞ് പുറംതിരിഞ്ഞ് നടക്കുന്ന മക്കളെ, നിങ്ങളെ ആളാകണമെങ്കിൽ ആകാശത്തുനിന്ന് രൂപപ്പെട്ട് വരുന്നവരൊന്നും അല്ല നിങ്ങളെ രൂപപ്പെടുത്തി നിങ്ങളെ ആളാക്കുന്നത് ഈ അമ്മയുടെ കരുതലും സ്നേഹവും എല്ലാം ചേർന്നത് കൊണ്ട് മാത്രമാണ് ഇന്ന് നിൽക്കുന്ന വഴികളിൽ നിങ്ങൾ ആളാകുവാൻ നിങ്ങൾക്ക് കഴിയുന്നത് എന്ന തിരിച്ചറിവോടുകൂടി മാത്രമേ മുന്നോട്ടുള്ള ഓരോ സഞ്ചാരപാതയിലൂടെയും നിങ്ങൾ കടന്നു പോകാവൂ എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുന്നു. താങ്ക് യു സോ മച്ച്.